ഇന്നലെയാണ് ഹോർമുസിൽ 3 കപ്പലുകൾ ഇറാൻ ആക്രമിച്ചത്. അത് അവരുടെ പാതയൊക്കെ ലംഘിച്ചുള്ള യാത്രയെ തുടർന്നായിരുന്നു ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്ന് ഖത്തറിന്റെ കപ്പലായിരുന്നു. ഇറാന്റെ സൗഹൃദ രാജ്യമാണ് ഖത്തർ, നമുക്കറിയാം. ഇതിനെതിരെ ഇറാനെതിരെ വീണ്ടും ആക്രമണം ആരംഭിച്ച് US എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സിറിക്, ബന്ദർ അബ്ബാസ് നഗരങ്ങളിലും ഖേഷം ദ്വീപിലും മിസൈലുകൾ പതിച്ചു എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളെ ആക്രമിച്ചതിന് മറുപടിയാണ് ഈ ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയുമാണ് ലക്ഷ്യം വെച്ചത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാഖിൽ നജാഫിൽ നിന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ടെഹ്റാനിലേക്ക് തിരിച്ചെത്തി. മുൻ പരമോന്നതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്ര ഇന്ന് നജാഫിൽ നടക്കാനിരിക്കെയാണ് US-ന്റെ ആക്രമണം. പ്രകോപനപരമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. അജയ്, പ്രകോപനം തുടങ്ങിയത് ഇറാനാണ്, സംശയമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. തുടർച്ചയായി 3 കപ്പലുകളെ 24 മണിക്കൂറിനുള്ളിൽ ഇറാൻ ആക്രമിക്കുന്നു. അതിനുള്ള മറുപടിയായി ഇപ്പോൾ ഇത് തിരിച്ചടി ഉണ്ടാകുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. എന്താണ് സാഹചര്യം? വീണ്ടും വഷളാവുകയാണോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്രയ്ക്കിടെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തില്ല എന്നും ചർച്ചകൾ പോലും ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിന് ശേഷമായിരിക്കുമെന്നുമായിരുന്നു US-ന്റെ ഒരു വിശദീകരണം. എന്നാൽ അത്തരം ഉപാധികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് US ഇറാനിലെ വിവിധ നഗരങ്ങളിലും അതുപോലെ തന്നെ ഖേഷം ദ്വീപിലും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകോപനം കാരണമാണ് ആക്രമണം നടത്തിയതെന്നാണ് US-ന്റെ ഒരു വിശദീകരണം. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയും മറ്റൊരു വാണിജ്യ കപ്പലിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണം നടത്തിയത് ഇറാനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ഈ ശക്തമായ ആക്രമണം നടന്നത്. എന്നാൽ ഇറാൻ ഇതുവരെ ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനു മുൻപേ ഹോർമുസിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ IRGC-യുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അത്തരം മുന്നറിയിപ്പോ വാർത്താക്കുറിപ്പോ ഒന്നും തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തിറക്കിയിട്ടില്ല. ഒരുപക്ഷെ ഈ ആക്രമണം നടത്തിയത് ഇറാൻ ആണെങ്കിൽ തന്നെ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു വിലാപയാത്ര അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ അത്തരം പ്രസ്താവനകളൊന്നും ഇറക്കാതിരുന്നത്. എന്തായാലും പ്രതികാര നടപടി എന്നോണം അമേരിക്ക നിലവിൽ ഇറാനിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സിറിക്, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിലും അതുപോലെ ഖേഷം ദ്വീപിലുമാണ് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. IRIB-യുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു US-ന്റെ ആക്രമണം. സിറിക്കിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട്. ഈ പരിക്കേറ്റ നിരവധി പേരെ ഇപ്പോൾ മിനാബ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടും അവിടുത്തെ തദ്ദേശീയ മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിലവിൽ ഇറാനിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങ് നിലവിൽ ഇറാഖിലെ നജാഫ് എന്ന നഗരത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നജാഫിൽ എത്തിയത്. അവിടെ ഇന്ന് വിലാപയാത്രയും അതുപോലെ പൊതുദർശനവും ഉൾപ്പെടെ നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടെയാണ് ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മസൂദ് പെസഷ്കിയാൻ ടെഹ്റാനിലേക്ക് തിരിച്ചു വന്നത്. ഇപ്പോൾ ശക്തമായിട്ട് തന്നെ ഇറാൻ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. US തുടർച്ചയായിട്ട് ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഭീഷണിയുണ്ട്. എന്തായാലും US ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ മാത്രമല്ല ഇറാനെതിരെ ഈ പ്രതികാര നടപടി എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാന്റെ ക്രൂഡ് ഓയിലിന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധത്തിന് ഒരു ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു 60 ദിവസത്തെ ലൈസൻസ് US-ന്റെ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിരുന്നു. ഈ ഒരു ലൈസൻസും നിലവിൽ അമേരിക്ക ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ അമേരിക്കയുമായി ഒപ്പിട്ട ഈ 14 ധാരണാപത്രത്തിലെ പല വ്യവസ്ഥകളും ഇതിലൂടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും സ്ഥിതിഗതികൾ ഒട്ടും ശാന്തമല്ല. ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആക്രമണം ഇറാനെ ഞെട്ടിച്ചിരിക്കുന്നു. തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു.